നിരന്തരമായ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും വയനാടൻ ജനതയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കൽപ്പറ്റ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ട്രേറ്റിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ മോൺസിഞ്ഞോർ ഡോക്ടർ ജൻസൺ പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. KLCA സ്റ്റേറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ നാട് നമ്മുടേതാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് അതിന്റെ തുടക്കം ഇങ്ങനെയാണ്: We the people of India, we the people of India having solemnly resolved. അങ്ങനെയാണ് രാജ്യത്തിന്റെ ഭരണഘടനയുടെ തുടക്കം. ഈ രാജ്യത്ത് ഈ ഭരണഘടന എന്തു പറയണമെന്നും ഈ ഭരണഘടന എങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കണമെന്നും തീരുമാനിക്കേണ്ടത് നമ്മളാണ്. പക്ഷെ പലപ്പോഴും പ്രജകൾ മാത്രമായി ജീവിച്ചു പോകുന്നതിൻ്റെ ഒരു തിക്തഫലമാണ് 55,000 ആക്രമണങ്ങൾ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. നൂറുകണക്കിന് ആളുകളുടെ മരണം ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതിൻ്റെ പേരിലാണ്. ഈ പ്രദേശത്ത് നമ്മൾ കേവലം പ്രജകളല്ല, പൗരന്മാരാണ് എന്ന് ഉറക്കെ പറയാനുള്ള പല പ്രഖ്യാപനങ്ങളിൽ ഒന്ന് മാത്രമാണിത്. ഈ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് പല തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മനുഷ്യന്റെ അന്തസ്സിന് വില നൽകണോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾക്ക് വില നൽകണോ എന്ന്, ഡിഗ്നിറ്റി. അവസാനം അവർ തീരുമാനിച്ചു ഈ രാജ്യത്തുള്ള മനുഷ്യരുടെ ഡിഗ്നിറ്റിക്ക്, അന്തസ്സായി ജീവിക്കാൻ, മനുഷ്യനെ പോലെ ജീവിക്കാൻ, മാന്യമായി ജീവിക്കാൻ, അതിനായിരിക്കണം ഈ രാജ്യത്തെ എല്ലാ നിയമനിർമ്മാണങ്ങളും പ്രാധാന്യം നൽകേണ്ടത്. കൃത്യമായി പറഞ്ഞ 1980 ശേഷം ഈ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടുള്ള പല നിയമങ്ങളുടെയും കണക്കുകൾ എടുക്കുമ്പോൾ അതിൽ ചിലതെല്ലാം മനുഷ്യന്റെ ഡിഗ്നിറ്റിയേക്കാൾ മൃഗത്തിന് സംരക്ഷണം നൽകുന്ന രീതിയിലാണ് എന്ന് പറയാനാണ് നമ്മളോട് ഒത്തുകൂടിയിട്ടുള്ളത്. മനുഷ്യന്റെ ഡിഗ്നിറ്റി, മനുഷ്യന്റെ അന്തസ്സ്, അതിനു മുകളിൽ മൃഗങ്ങളുടെ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന ചില നിയമങ്ങൾ ഉണ്ടായിപ്പോയത് കൊണ്ടാണ് ഇവിടെ ആയിരക്കണക്കിന് ആക്രമണങ്ങൾ ഉണ്ടായതും നൂറുകണക്കിന് മനുഷ്യർ പിടഞ്ഞു വീണ് മരിക്കേണ്ടി വന്നതും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് തോമസ് സാർ, അദ്ദേഹത്തിന്റെ ഒരു ബന്ധു വാഹനം ഓടിച്ചു പോയപ്പോ അതിന് കുറുകെ ഒരു കാട്ടുപന്നി ചാടിയതിന്റെ പേരിൽ ഇപ്പോഴും എണീക്കാനാവാതെ രോഗശയ്യയിലാണ്. എന്താണ്? നികുതി കൊടുത്ത വാഹനം. ഒരു വാഹനം വാങ്ങുമ്പോൾ 15 വർഷത്തേക്ക് നികുതി കൊടുക്കണം. ആ വാഹനത്തിന് ഇന്ധനം നിറയ്ക്കുമ്പോൾ റോഡ് സെസ്സായിട്ടും മറ്റുമൊക്കെയായി എത്രയോ തുക നമ്മൾ സർക്കാർ നികുതി കൊടുക്കുന്നു. അങ്ങനെ നികുതി കൊടുത്ത് ധൈര്യമായി റോട്ടിലൂടെ വാഹനം ഓടിച്ചു പോയപ്പോ അതിന് കുറുകെ ഒരു കാട്ടുമൃഗം ചാടി. ആ കാട്ടുമൃഗത്തിനെ ഇടിക്കേണ്ടി വന്ന വാഹനം തട്ടിയപ്പോ അദ്ദേഹത്തിനും പരിക്കേറ്റു. പക്ഷേ അദ്ദേഹം വാദിയായല്ല കേസ് വന്നത്, അദ്ദേഹം പ്രതിയായിട്ടാണ്. അദ്ദേഹം കാട്ടുമൃഗത്തിനെ കൊല ചെയ്തു എന്ന പ്രതിയായിട്ടാണ് കേസ് വന്നത്. അതുവരെ നേരിടേണ്ടി വന്ന, അങ്ങനെ നമ്മുടെ കുറ്റം കൊണ്ടല്ലാതെ നമുക്ക് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ വാദികളായി മാറാൻ കഴിയാതെ അതിൽ പ്രതികളായി മാറുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മാറിയിരിക്കുന്നു. അതിന് കാരണം ഞാൻ ഈ പറഞ്ഞ മൃഗങ്ങൾക്ക് മനുഷ്യനേക്കാൾ പ്രാധാന്യം നൽകുന്ന നിയമങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. നമ്മളിവിടെ പല ആവശ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. CCF, കൺസർവേറ്റീവ് ഫോറസ്റ്റിന് നമ്മളൊരു 5ഓളം ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് വൈൽഡ് ലൈഫ് വാർഡിന് മാത്രമായി ഇത്തരം മൃഗങ്ങളെ നേരിടാനുള്ള നിയമത്തിന്റെ സാധ്യത ചുരുക്കി നിലനിർത്തിയിരിക്കുന്നത്? നിങ്ങൾ വൈൽഡ് ലൈഫ് വാർഡിന് വേണ്ടി മാത്രമായി ആ അധികാരം കൊടുക്കുമ്പോൾ അത് CCF മാർക്ക് കൊടുത്താൽ അത് കൂടുതൽ എണ്ണമുള്ളത് കൊണ്ട് വളരെ ത്വരിതമായി അതിന് ചില നടപടിയെടുക്കാൻ കഴിയും. അങ്ങനെ ഒരു നിയമത്തിൽ ഭേദഗതി വേണമെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ സംരക്ഷണ നിയമത്തിന്റെ, വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ 72 നിയമത്തിന്റെ 11ാം വകുപ്പിലെ ഉപവകുപ്പ് A-യിൽ അങ്ങനെ ഒരു ഭേദഗതി വേണമെന്ന് നമ്മൾ പറയുമ്പോൾ ആരാണ് അത് ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ടത് സംസ്ഥാന തലത്തിൽ കഴിയുമെങ്കിൽ നമ്മുടെ MLA-മാർ അത് ചെയ്യണം. അതിനും കഴിഞ്ഞില്ലെങ്കിൽ അത് പാർലമെന്റിൽ നമ്മുടെ MP-മാർ അത് ചെയ്യണം. അത് നമുക്ക് നേരിട്ട് പോയി ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് We the people of India എന്ന ആശയത്തിൽ അടിയുറച്ചുകൊണ്ടാണ്. ആ രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ഈ രീതിയിൽ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള നിയമ ഭേദഗതികൾ വരുത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ജസ്റ്റിസ് JB കോശി കമ്മീഷനെ പറ്റി ഇവിടെ പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് കമ്മീഷൻസ് ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ച് വിവിധ കമ്മീഷനുകളെ നിയമിക്കും. ആ കമ്മീഷനുകളെ നിയമിക്കുന്നത് വെറുതെ അവിടെ റിപ്പോർട്ട് വായിച്ച് രസിക്കാനല്ല,
ആ കമ്മീഷനുകളെ നിയമിക്കുന്നത് ആ കമ്മീഷനുകൾക്ക് ചില ടേംസ് ഓഫ് റെഫറൻസ് കൊടുക്കും. JB കോശി കമ്മീഷന് കൊടുത്ത ടേംസ് ഓഫ് റെഫറൻസ് 3 കാര്യങ്ങളായിരുന്നു. ഒന്ന്, കേരളത്തിലെ ക്രൈസ്തവരുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച കാര്യം, കേരളത്തിലെ ക്രൈസ്തവരുടെ തൊഴിൽ സംബന്ധിച്ച കാര്യം, കേരളത്തിലെ ക്രൈസ്തവരുടെ ക്ഷേമം സംബന്ധിച്ച കാര്യം. ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പല വകുപ്പുകളിലായി ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ശുപാർശകൾ ഉൾപ്പെടുന്ന മലയോര മേഖലയിലെ പ്രതിസന്ധികൾ ഉടൻ പരിഹരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. വാഹനാപകടങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് നൽകുന്ന അതേ നഷ്ടപരിഹാര പാക്കേജ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയാകുന്നവർക്ക് അനുവദിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ മതിയായ ഭേദഗതികൾ വരുത്തി ആക്രമണകാരികളായ വന്യജീവികളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകണമെന്ന ആവശ്യവും സമ്മേളനം മുന്നോട്ട് വെച്ചു. സംഘടനയുടെ നേതൃത്വത്തിൽ തുടർ സമര പരിപാടികളും രൂപീകരിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു.